ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 21ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത നാളില് വാഗമണ്ണില് ധ്യാനം കൂടാനായിട്ട് വന്നൊരു സഹോദരി ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതി തന്നിട്ട് പോയ ഒരു സാക്ഷ്യം ഇപ്രകാരമാണ്. കുറെ നാളുകളായിട്ട് അവർ വയറിൽ അസ്വസ്ഥതയൊക്കെ ആയിട്ട് ഇങ്ങനെ പലയിടത്ത് ചികിത്സയ്ക്ക് പോയി ഒരു മാറ്റവും ഇല്ല. പ്രാർത്ഥനയ്ക്ക് പോകുന്നിടത്ത് പലയിടത്ത് ഇങ്ങനെ മെസ്സേജ് കിട്ടുന്നുണ്ട്, കൈവിഷം അകത്ത് ചെയ്യുന്നുണ്ട്, കൈവിഷം അകത്ത് ചെയ്യുന്നിട്ടുണ്ട്. ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ആ സഹോദരിക്ക് ഒരു മെസ്സേജ് കിട്ടി, ഇതിൻ്റെ കെട്ടുകൾ അഴിയുന്നു. പക്ഷേ കെട്ട് അഴിയുന്നില്ല, അഴിഞ്ഞായിട്ട് അനുഭവം കാണുന്നില്ല. അവസാന ദിവസത്തെ കൈവ് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അഭിഷേക പ്രാർത്ഥന ആസ്വദിച്ച് ബഹിഷ്കരണ ശുശ്രൂഷ നടത്തിയിട്ട് അത് കൈവ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴേക്ക് ഈ സഹോദരിക്ക് ഒരു എഴുതിയിരിക്കുകയാണ്, വല്ലാണ്ട് വയറ് വേദനിക്കാൻ തുടങ്ങി, വയറ്റിൽ നിന്ന് പോകുന്ന പോലെയുള്ള വേദന അനുഭവപ്പെടുകയാണ്. പക്ഷേ സഹോദരി പറഞ്ഞു, ഞാൻ പിടിച്ചു നിന്നു. ഞാനങ്ങനെ പിടിച്ചു നിന്നു. അച്ഛൻ്റെ കൈവ് പ്രാർത്ഥന കഴിയുന്നവരും വരെ ഞാൻ ഒരു തരത്തിൽ പിടിച്ചു നിന്ന് കൈവ് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ ഞാൻ എണീറ്റ് വേഗം പുറത്തേക്ക് ഓടി റെസ്റ്റ് റൂമിൽ പോയി. എൻ്റെ വയറ്റിൽ നല്ലതുപോലെ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കെട്ടുകൾ അഴിഞ്ഞു വച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടി. വർഷങ്ങളായിട്ട് ഇങ്ങനെ കൈവിഷം മൂലം അത് കെട്ട് അഴിഞ്ഞു മാറി എന്ന്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അനുഭവങ്ങളില്ലാത്തവർക്ക്, ഈ മേഖലയെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് സംശയം തെറ്റി ഒരിക്കലും വരാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 10-15 വർഷം മുമ്പ് എറണാകുളത്ത് റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് നടന്ന ഒരു ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് സെമിനാർ, മുംബൈയിൽ നിന്നുള്ള റൂഫസ് പെരേര അച്ഛനാണ് അത് എൻ്റെ റിസോഴ്സ് പേഴ്സണാണ്, ഞാനിപ്പോൾ സംബന്ധിച്ച് ഓർക്കാണ്. അച്ഛൻ അന്ന് നൽകിയ ക്ലാസ്സുകളിൽ ഒരാഴ്ച പറഞ്ഞ ഒരു അനുഭവം ഇതുപോലെ തന്നെ സംഭവമാണ്. ഇതിനേക്കാളും വിചിത്രമായിട്ട് തോന്നാവുന്നതാണ്. അച്ഛൻ്റെ പക്കലെത്തിയ ഒരു സ്ത്രീയുടെ അനുഭവം അച്ഛൻ പങ്കുവെച്ചതാണ്. അച്ഛൻ പറയുകയാണ്, ആ സ്ത്രീ ഇങ്ങനെ വയറ്റിൽ അസ്വസ്ഥയായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഒത്തിരി ചികിത്സയ്ക്കെല്ലാം പോയിട്ട് മാറാതെ വന്ന് അച്ഛൻ്റെ പക്കലെത്തി ഡെലിവറി ശുശ്രൂഷയെ സംബന്ധിച്ചപ്പോൾ സ്ത്രീ ഛർദ്ദിക്കുകയാണ്. ഛർദ്ദിച്ച് അച്ഛനങ്ങനെ പാത്രം ഒരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട്. ഛർദ്ദിക്കുന്ന അനുഭവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഛർദ്ദിച്ചപ്പോൾ അതിനകത്ത് അച്ഛൻ ശ്രദ്ധിച്ചു, ഈ പന്നി മാംസം, പന്നിയുടെ തൊലി, അതിൻ്റെ രോമം ഇങ്ങനെ വളർന്നിങ്ങനെ ചുറ്റി കെട്ടിയ അവസ്ഥയിൽ ഇങ്ങനെ ഈ ഛർദില്ലാതെ കിടക്കുന്നു. ഇത് ശ്രദ്ധിച്ചിട്ട് അച്ഛൻ ആ സഹോദരി ചോദിച്ചു, നിങ്ങൾ എന്നാണ് പന്നിമാംസം കഴിച്ചത്? അപ്പോൾ സ്ത്രീ പറഞ്ഞാൽ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞാൻ വെജിറ്റേറിയനാണ്, ഒന്നും നോൺ വെജ് കഴിക്കാറേ ഇല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതല്ല, നിങ്ങൾ ശ്രദ്ധിച്ചതിനകത്ത് പന്നിമാംസത്തിൻ്റെ കഷ്ണം കിടപ്പുണ്ട്, പന്നിമാംസമാണ്, നിങ്ങൾ എന്നാ പന്നിമാംസം കഴിച്ചത്? അപ്പോൾ ആ സ്ത്രീ ഓർത്തിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു 10 വർഷം മുമ്പ് ഞാൻ നിർത്തിയതാണ് നോൺ വെജ് കഴിക്കുന്നത്. അച്ഛാ, 10 വർഷം മുമ്പ് ഒരിക്കൽ ഞാനിങ്ങനെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ മാംസഭക്ഷണം കഴിക്കുമായിരുന്നു, പന്നിയിറച്ചി കഴിച്ച് ഓർമ്മിക്കുന്നുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് സ്ത്രീ പറയാം, അച്ഛാ, 10 വർഷമായി എനിക്ക് വയറിൽ അസ്വസ്ഥത തുടങ്ങിയിട്ട്. അപ്പം അത് ഈ സംഭവം പറഞ്ഞിട്ട് അച്ഛൻ പറയുകയാണ്, 10 വർഷം മുമ്പ് ആ പന്നിമാംസത്തിലൂടെ എന്തോ ഒരു കൈവിഷത്തിൻ്റെ അനുഭവം ഈ സഹോദരിക്ക് ചെന്നതാണ്. ആ പന്നിമാംസം 10 വർഷമായി സഹോദരി വയറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിങ്ങനെ അതിൻ്റെ ആ പന്നിമാംസം തൊക്കിനകത്ത് രോമം വളർന്നിട്ട് ചുറ്റി കിടക്കുന്നു. ഇത് അച്ഛനത് പറയുന്നത് അതേപോലെ ഞാൻ പറയുകയാണ്. അച്ഛൻ്റെ ടോക്കുകളെല്ലാം റെക്കോർഡ് ചെയ്ത CD-യിൽ അന്ന് ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഞങ്ങൾ ആവശ്യക്കാർ വാങ്ങിച്ചതാണ്. ഞാനിത് വാങ്ങിച്ച് കൈ വെച്ചിരുന്നാണ്. ഇപ്പോൾ അതെല്ലാം കിടായി കാണും. ഇത് അവിശ്വസനീയമായ സംഭവം. പക്ഷേ അച്ഛൻ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, പന്നിമാംസം കുഴപ്പം ചിന്തിച്ചേക്കരുത്. ഞാനും പന്നിമാംസം കഴിക്കുന്ന ആളാണ്. പന്നിമാംസമല്ല, ഏതെങ്കിലും മാംസമല്ല വിഷയം, ഭക്ഷണമല്ല വിഷയം. അതിങ്ങനെ പൈശാചികമായ ശക്തി, സ്വാധീനങ്ങൾ വസ്തുക്കളിൽ ആവഹിച്ചിട്ട് അത് ഉപയോഗിക്കുന്ന രീതിയാണ് ക്ഷുദ്രപ്രയോഗ ആഭിചാര മേഖലയിലുള്ളത്. അത് ഭക്ഷണവുമായിട്ട് ബന്ധിപ്പിച്ച് ചെയ്യുമ്പോൾ അത് കൈവശമായിട്ട് അകത്ത് ചെല്ലുന്നു. ഇങ്ങനെ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അറിയണം. അപ്പം ഇങ്ങനെയുള്ള ഒരു അനുഭവം ദൂരീകരിക്കാൻ എന്താ ചെയ്യുക? ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ഈ പ്രത്യേക ചില വസ്തുക്കളൊക്കെ മരുന്ന് പോലെയൊക്കെ ഉള്ളത് കഴിക്കാൻ കൊടുത്തിട്ട് ഛർദ്ദിപ്പിച്ച് അല്ലെങ്കിൽ വയറ്റിളക്കി ഈ കൈവശത്തിൻ്റെ ദുഷ്ട ദൂരീകരിക്കാൻ നോക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതൊരു എന്നോത്തരം വിജയിക്കുന്ന എനിക്ക് അറിഞ്ഞുള്ളത് ക്രൈസ്തവമായ രീതി അല്ലെന്നുള്ളത് ഉറപ്പാണ്. കാരണം ബൈബിളിൽ അങ്ങനെ ഇല്ല. ബൈബിൾ നമ്മുടെ ഈശോയുടെ സാന്നിധ്യം, ഈശോ നമുക്ക് ഏറ്റവും വലിയ കരുത്ത് തരുന്ന ദീപികാരുണ്യത്തിലൂടെയാണ്. അത് ദീപികാരൻ്റെ തിരിശരി രക്തങ്ങൾ അറിഞ്ഞുകൊണ്ട് പതിവായിട്ട് സ്വീകരിക്കുക. എല്ലാ ദിവസവും വിശ്വാസം സ്വീകരിക്കുക. യാന്ത്രികമായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല.
ഒരുക്കം എല്ലാം സ്വീകരിക്കുന്നതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നതിനെക്കുറിച്ചും 1 കൊരിന്ത്യർ 11 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 27 മുതലുള്ള വാക്യങ്ങളിലും വിവേചനം കൂടാതെ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ സ്വീകരിക്കുക വഴി നിങ്ങൾ പലരും ദുർബലരായി രോഗികളായി ചിലരൊക്കെ മരിക്കുന്ന അനുഭവം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മറുവശം എന്താണ്? നല്ല ഒരുക്കത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, ദാഹത്തോടെ ദൈവികാരുണ്യം സ്വീകരിക്കുമ്പോൾ അത് ഒരു കരുത്തായിട്ട് മാറും. സൗഖ്യമുണ്ടാവും, വിടുതലുണ്ടാവുന്നതിൻ്റെ അതിൻ്റെ സൂചന. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവികാരുണ്യ സ്വീകരണമാണ് സകല കൈവശങ്ങൾ ഒരിക്കലും ഒന്നാമത്തെ മാർഗം. അതിലൂടെ പല വ്യക്തികളും നല്ല ഫലദായകത്വത്തോടെ ഉപയോഗിക്കുന്ന ഒന്നാണ് വിശുദ്ധ ജലം കുടിക്കുക, ഹോളി വാട്ടർ. അതും എക്സോർസൈസ് ചെയ്ത് വിശുദ്ധീകരിച്ച വിശുദ്ധ ജലം നമുക്ക് കുടിക്കാനെടുക്കുന്ന വലിയ വിടുതൽ തരുന്ന അനുഭവമാണ്. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനെല്ലാം ഉപരിയായിട്ട്, അല്ല അതിനോടൊപ്പം ഭക്ഷണ കാര്യം പറയുമ്പോൾ അതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ പറയാൻ വന്നത്, ഈ ഭക്ഷണം എപ്പോൾ കഴിച്ചാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാവുള്ളൂ, ആശീർവദിച്ചിട്ടേ കഴിക്കാവുള്ളൂ. അത് അച്ഛന്മാർക്കല്ലേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അച്ഛന്മാരവിടെ നിർബന്ധമില്ല. നമുക്ക് ആർക്കും ഭക്ഷണത്തിന് മുമ്പ് ഈശോയോട് പറയാം, ഈശോ ഈ ഭക്ഷണത്തെ ആശീർവദിക്കണമേ. കുരിശ് വരച്ച് ആശീർവദിക്കാം, അല്ല മനസ്സുകൊണ്ടെങ്കിലും. അങ്ങനത്തെ ഒരു രീതി തന്നെ അത് അച്ഛന്മാർക്ക് ശിഷ്യത്തിന് മാത്രമുള്ളതല്ല ഭക്ഷണം കഴിക്കുന്നത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പല വിദേശ രാജ്യങ്ങളിൽ ഏത് ഭക്ഷണത്തിനും ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പല ആൾക്കാർ ഹോട്ടലുകളിൽ, പരസ്യമായ പബ്ലിക് ആ സ്ഥലങ്ങളിൽ പോലും ഭക്ഷണത്തിന് പ്രാർത്ഥിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ശരി, നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. കുരിശിൻ്റെ അടയാളം വഴി വിശുദ്ധീകരിക്കാത്ത ഒരു വസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് വെക്കരുത്. നമ്മൾ തന്നെ മാമോദീസയെ കുരിശിൻ്റെ മുദ്ര വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നമ്മൾ താമസിക്കുന്ന വീട് കുരിശിടത്തിൽ ആശീർവദിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ആശീർവദിക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷെ നമ്മൾ ഒരു ശ്രദ്ധയില്ല, ദിവസം 3-4 നേരം പ്രാർത്ഥനയുടെ സംരക്ഷണം ഇല്ലാതെ ഇങ്ങനെ അകത്തേക്ക് നമ്മൾ അതും ഇതും ഭക്ഷണസാധനങ്ങളും പാനീയങ്ങളും കൊടുക്കുമ്പോൾ അതുവഴി നമ്മിലേക്ക് വരാവുന്ന തിന്മയുടെ കടന്നുകയറ്റം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. എപ്പോൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുന്നതിന് മുമ്പ് ഒരു കുരിശിൻ്റെ മുദ്ര അതിന് മേലെ എടുക്കുക, അത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ദീപികാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിശുദ്ധ ജലം മനസ്സിൽ കുടിക്കുന്നത് കരുത്താണ്. ഒപ്പം ബഹിഷ്കരണ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള സഭയ്ക്ക് ഈശോ നൽകിയിരിക്കുന്ന പൗരത്വം നൽകിയ അധികാരം സ്വീകരിച്ചുള്ള ബഹിഷ്കരണ ശുശ്രൂഷ സ്വീകരിക്കുക, ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ സ്ത്രീകളെ സംഭവിച്ച പോലെ അത് നമുക്ക് ഇങ്ങനെയുള്ള കെട്ടുകൾ അഴിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ മാധ്യസ്ഥവും സാന്നിധ്യവും സഹായം നമുക്ക് കിട്ടട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.